ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും സാമ്പാറും പിന്നെ അതുപോലെ തന്നെ സോയാ ബോൾ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും നീനും അമ്മയും ഉണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പണികളൊക്കെ രാവിലെ ഉണ്ട് കേട്ടോ. അതായത് കുറച്ച് ചീരയൊക്കെ വേണമെന്ന് കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഇനി ചീരയൊക്കെ കട്ട് ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ ദോശയും ചൂട് സാമ്പാറും പിന്നെ അതുപോലെ തന്നെ ചൂട് സോയാ ബോൾ കറിയും പിന്നെ കൂടെ കട്ടനും കൂടെ ആയിട്ടാണ് ഞങ്ങൾ 3 പേർക്കും എടുത്തിട്ടുണ്ട് കേട്ടോ ഫുഡ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ചീര കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കടയിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് ചീരയൊക്കെ കട്ട് ചെയ്യണം. അപ്പം ഞാനും അമ്മയും കൂടെ ആയിട്ടാണ് കട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയത്. ആദ്യം ഞങ്ങൾ വെള്ളം തളിക്കാതെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ വെള്ളം തളിക്കാതെ എടുത്തപ്പോഴേക്ക് ചീര നല്ല രീതിയിൽ പെട്ടെന്ന് കൊഴിഞ്ഞു. അതായത് എന്താ പറയണ്ടേ, കുഴഞ്ഞു പോയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തപ്പോൾ ചീരയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ശേഷമാണ് ഞങ്ങൾ ചീരയൊക്കെ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന പടവലങ്ങ തൈ പൊടിച്ച് വന്നതാണ് കേട്ടോ. അതാണ് അമ്മ എടുത്ത് കളയാത്തത്. അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തുള്ള വീട്ടിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടി ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ചീരക്കുട്ടന്മാരെ 3ാമത്തെ തവണയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 തവണയും കട്ട് ചെയ്ത സമയത്ത് ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 70 കവറിനകത്തുണ്ട് കേട്ടോ ചീര മാത്രമായിട്ട്. അപ്പോൾ ഇത് കുറച്ചെടുത്ത് മാറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെയിൽ കൂടുതൽ ചീരയ്ക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രോത്തിനൊരു പ്രശ്നം വന്ന സമയത്താണ് ഞങ്ങൾ വെയിൽ ഉള്ള സ്ഥലത്തായിട്ട്, അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല വെയിലുള്ള സ്ഥലത്താണ് കേട്ടോ ഇപ്പം കൊണ്ടുവച്ചിട്ടുള്ള ഗ്രോ ബാഗ്. അപ്പോൾ ഇനി വെണ്ടയ്ക്കയും തക്കാളിയും എല്ലാം കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ. അത് ഞങ്ങൾ വെള്ളം തളിക്കാൻ എടുത്തുകൊണ്ട് കുറച്ച് വടിയല്ല കുഴഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ പറയട്ടെ വഴി കൊളുത്താനാണ് ചീര എന്ന് പറയല്ല. അതുപോലെ പെട്ടെന്ന് കൊളന്താനല്ല കൊഴിഞ്ഞ് എന്താ അങ്ങനെ എന്തോ ആണ് കുഴന്താനെന്ന് അങ്ങനെ എന്താ പറയുന്നത് നിങ്ങൾക്ക് അറിയാനുള്ളൊരു കമന്റ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് ആദ്യം എടുത്ത സമയത്ത് വെള്ളം തളിക്കാതെ രാവിലെ വെള്ളം ഒഴിച്ചായിരുന്നു. ഇത് എടുക്കും മുമ്പ് നമ്മൾ കുറച്ച് വെള്ളം കൂടെ തളിക്കണമായിരുന്നു കേട്ടോ. പക്ഷെ തളിക്കാത്തതുകൊണ്ട് ചെറുതായിട്ട് പാടിപ്പോയി. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെള്ളം തളിച്ചതിന് ശേഷം എടുത്താണ് കേട്ടോ. അതാണ് ഇങ്ങനെ നമ്മൾ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ 3ാമത്തെ തവണത്തെ വിളവെടുപ്പായിരുന്നു ചീരയുടെ കേട്ടോ. അപ്പോൾ അമ്മ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 500-ന് മുകളിലായിട്ട് ചീര കൊടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ 220 എന്തോ ആണ്, 220 എന്തോ ചീര കൊടുത്തായിരുന്നു. 2 പ്രാവശ്യമായിട്ട് 150 രൂപയ്ക്ക് വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ 500-ന് മുകളിലായിട്ട് ഞങ്ങൾ ചീര വിട്ടിട്ടുണ്ട്. അമ്മയെ ഹാപ്പി, കൂടെ ഞാനും നിന്നു. അതിൽ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചത്തെ ഫുഡൊക്കെ അടിക്കണം. അപ്പോൾ ഇന്ന് കിട്ടിയ മീൻ ചൂരയാണ് കേട്ടോ. അപ്പോൾ ചൂരയെല്ലാം കട്ട് ചെയ്തൊക്കെ ഇതൊക്കെ എല്ലാം നേരത്തെയൊക്കെ ചെയ്തിട്ടാണ് കടയിൽ പോയത്. ബാക്കി ഈ തട്ടുമുട്ട് പണ്ടൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും. ബാക്കിയെല്ലാം നീനുമാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ്ടില്ലേ ഞങ്ങളുടെ ഏഷ്യപ്പച്ച തലയിക്കൊണ്ട് ഗൈസ്. ഇത് എൻ്റെ ഒരു ഫോട്ടോയാണ് കേട്ടോ. കാണിച്ചു തരാം, ഫ്രണ്ട് ക്യാമറയിൽ കാണിച്ചു തരാം ഗൈസ്. അപ്പം നമുക്ക് ഉച്ചത്തെ ഫുഡിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നോക്കാം. ചോറ്, ചൂര മീൻകറി, അവിയൽ, ബീട്രൂട്ട് തോരൻ, പപ്പടം, പിന്നെ രാവിലെ വെച്ച് സോയാ ബോൾ വറ്റിച്ചതുണ്ടായിരുന്നു കേട്ടോ. ഒരു ചിക്കൻ കറിയൊക്കെ കഴിച്ച ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കൂടെ കഞ്ഞിവെള്ളം വിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ. അപ്പം ഞാനും നീനും തറയിലിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം കാലൊക്കെ മടക്കിയിരുന്ന് കഴിക്കാമല്ലോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്താ സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കടലേശൊക്കെ ചെയ്തൊരു ഫോട്ടോയുണ്ട് അവിടെ ഹാളിലായിട്ട്. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ മഴ സമയത്ത് ഈർപ്പമൊക്കെ തട്ടുമ്പോൾ ഉള്ളതാണ് കേട്ടോ. നമ്മളിപ്പോൾ എങ്ങനെ വൃത്തിയാക്കിയാലും അത് വൃത്തിയാവില്ല ഗൈസ്. അങ്ങനെ തന്നെ കിടക്കുന്ന ഇവിടെ ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഈർപ്പം തട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടേ.